നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ആരായിരുന്നുവെന്നും എങ്ങനെയായിരുന്നുവെന്നും ഈ വീട്ടിൽ ഞാൻ എന്തൊക്കെ അനുഭവിച്ചിരുന്നുവെന്നും ഒക്കെ എല്ലാം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവസാന ശ്വാസം വരെ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തിയത്. ഇന്ന് എന്റെ നേരെ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലെന്ന് പറയാവുന്ന ഒരേ ഒരാൾ നിന്റെ അച്ഛനായിരുന്നു മോനെ. അദ്ദേഹം അങ്ങ് പോയില്ലേ. ഇന്നിപ്പോ സത്യങ്ങൾ പറയാൻ ആരും ഇല്ലാതായി പോയി. എന്റെ ഭാഗ്യക്കേട്. ഇനി എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ആരാ ഉള്ളത്? ഞാൻ നല്ല ടയർഡാണ്, ഒന്ന് കിടക്കട്ടെ. ഗിരിന്ന് അമ്മയുടെ അടുത്ത് പോയിരുന്നോ? ഡിന്നർ കഴിഞ്ഞിട്ടാ വന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ ഊഹിച്ചു. അമ്മ എന്ത് പറയുന്നു? കല്യാണത്തിന് വന്നതിന്റെ പേരില് വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ? എന്തായാലും കല്യാണത്തിന് ഗിരി അമ്മയെ കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമായി. എല്ലാവർക്കും അതൊരു വലിയ സർപ്രൈസ് ആയി. അല്ല, സർപ്രൈസ് അല്ല, ഷോക്കായി എന്ന് തന്നെ പറയാം. കല്യാണത്തിന് ഗിരി വരില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു. ഒടുവിൽ ആകാശം സ്നേഹയും ഗിരിയെ കൊണ്ടുവന്നിരിക്കുമെന്ന് വാക്ക് പറഞ്ഞപ്പോ പോലും ഗിരി വരുന്ന പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ഒടുവിൽ അവസാന നിമിഷം ഗിരി അമ്മയായിട്ട് അമ്പലത്തിലേക്ക് വന്നപ്പോഴേ ആ കാഴ്ച കണ്ട് ഞാൻ അനുഭവിച്ച സന്തോഷവും ആശ്വാസവും അത് എത്ര വലുതാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനേ അറിയില്ല. താങ്ക് യു ഗിരി, താങ്ക് യു സോ മച്ച്. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ നടന്നിട്ടും ഗിരിയുടെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്ത? സുമി, ഈ കല്യാണം എന്ന് പറയുന്നതേ എന്റെ ജീവിതത്തിൽ വേണ്ട ഒരു വിലങ്ങാണ് സുമി. എന്റെ അച്ഛനെ ഇല്ലാതാക്കിയവർ ആരൊക്കെയാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും അത് തെളിയിക്കാനോ കുറ്റക്കാരെ നിയമത്തിന് മുന്നിലാക്കാനോ പറ്റാത്ത വിധത്തിൽ നമ്മൾ ലോക്കായി കഴിഞ്ഞു. നമ്മളെ കയറില്ലാതെ കെട്ടിയിട്ടത് ഈ കല്യാണമാണ്. എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടും ഒന്നും പ്രതികരിക്കാനാവാതെ പരസ്പരം മുഖം മൂടിയോടെ ജീവിക്കാൻ ഈ വീട്ടിലെല്ലാവരും വിധിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അതുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളൊരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എനിക്ക് പക്ഷെ അതിനും പറ്റുമെന്ന് തോന്നുന്നില്ല സുമി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, അപ്പോ ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നേ? പ്രീതിയെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കുന്ന മനസ്സിന് തീർച്ചയായും നടത്താനും സാധിക്കും വിഷ്ണു. പ്രീതിയുടെ മനസ്സിന് ശരീരത്തെ കൊണ്ട് ഇനിയും അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. എന്ന ശാലിനി അകത്തേക്കില്ല. അപ്പൊ വിഷ്ണു, ഞാൻ ഇറങ്ങുന്നു. അല്ല, ഈ സമയത്ത് ഡോക്ടർ പോയാല്? എനിക്ക് പോയേ പറ്റൂ വിഷ്ണു, ഒരു അർജന്റ് മീറ്റിംഗ് ഉള്ളതാ. അല്ല ഡോക്ടർ, അതിപ്പോ സാരമില്ല, ഞാൻ പോയ ഒരു ശാലിനി അറിയണ്ട. പലപ്പോഴും മരുന്നല്ല വിഷ്ണു ഫലം ചെയ്യുന്നത്, ഡോക്ടറോടുള്ള വിശ്വാസമാണ്. അത് കളയണ്ട.
വിഷ്ണുവും ശാലിനിയുമാണ് ഇവിടുത്തെ ഹീറോയും ഹീറോയിനും. ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമാ. നിങ്ങൾ രണ്ടാളും വിചാരിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല. പക്ഷേ നിങ്ങളുടെ യാത്രക്കിടെ ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ ഡോക്ടർ ഉണ്ടാവും, മറക്കണ്ട. ഓം ഗണജയായ നമഃ. ഓം ഗണപതയേ നമഃ. ഓം ഹേരംബായ നമഃ. ഓം ധരണീധരായ നമഃ. ഓം മഹാഗണപതയേ നമഃ. ഓം ലക്ഷ്യപ്രദായ നമഃ. ഓം ക്ഷിപ്രപ്രസാദായ നമഃ. ഓം അമോഘസിദ്ധേ നമഃ. ഓം അമിതായ നമഃ. ഓം മന്ത്രായ നമഃ. മോളെ മടിയിൽ കിടത്തി തരട്ടെ പ്രീതി? പാർക്കുട്ടി മോളൂ വന്നേ. ആ ഓ ഇനി കുറച്ചു നേരം ശാലിനി എടുത്തോണ്ട് നടക്കട്ടെ. അതെ. അയ്യോടാ, അവള് കാര്യം സാധിച്ചല്ലോ. ഉണ്ണിമൂത്രം പുണ്യാഹമെന്നല്ലേ? ആ, എന്നാലും വേണ്ട തിരുമേനി. ശാലിനി, അവളെ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് വാ. ഇങ്ങോട്ട് മാറി നിൽക്കടി. ഇതെന്താ ഇത്? ഇവിടെ നിന്നോണം, ഈ വീൽ ചെയർ ഇവിടുന്ന് മാറ്റുന്നവരെ. ഞാനെന്താ കാളയോ പോത്തോ മറ്റോ ആണോ? നിങ്ങൾ കെട്ടുന്ന കുറ്റിയിൽ കിടന്ന് കറങ്ങാൻ? കറങ്ങിയ കൊന്നുകളഞ്ഞൻ. ചൂണ്ടിക്കാണിക്കുന്നിടത്ത് നിന്നോണം പ്രീതിയുടെ മുന്നില്. കാളയും പോത്തൊക്കെ നിന്നെക്കാളും എത്ര ഭേദമാടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാലിനി, മോളെ നോക്ക്. എന്താ ശാലിനി ഇത്? ശ്രദ്ധിക്കട്ടെ. മോളെ പ്രീതി, അമ്മേ, മോളെ പാറു. മോനെ കുഞ്ഞിനൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഒന്നും പറ്റിയില്ല മോനെ. എന്റെ പാർക്കുട്ടി പേടിച്ചു പോയോ? എന്തിനാ പേടിക്കുന്നേ? അച്ഛമ്മയുണ്ടല്ലോ. സാറേ, മോളെ പേടിക്കണ്ട കേട്ടോ.
അടിപൊളി. അടി കൊണ്ടിരുന്ന അവളുടെ ചെകിട് പൊളി. എന്റെ പൊന്നും മോളെ. മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ. ശാലിനി, എന്താണ് കാണിച്ചത്? സത്യമേ, എന്താടാ? നോക്ക്, നമ്മുടെ പ്രീതി അവൾ എഴുന്നേറ്റു. പാർക്കുട്ടിയെ കയ്യിൽ വാങ്ങി ഉമ്മയും വെച്ചു. അമ്മേ, പാറുക്കുട്ടി വീഴാൻ പോയത് ശാലിനിക്ക് പറ്റിയൊരു കൈപ്പിഴയല്ല. മനഃപൂർവ്വം തന്നെ ചെയ്തതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? എങ്കിൽ പിന്നെ ഞാനും അച്ഛനും തമ്മിൽ സംസാരിച്ച കാര്യം താനെങ്ങനെ കേട്ടു? സച്ചേട്ടനും അച്ഛനും തമ്മിൽ സംസാരിച്ച കാര്യോ? അതെ, താനിപ്പോ പറയാൻ വന്ന കാര്യം അച്ഛനും ഞാനും ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. അതങ്ങ് നടത്താൻ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. എന്നാലും ഈ കാര്യം താൻ നേരത്തെ എങ്ങനെ മനസ്സിൽ കണ്ടുവെന്ന എനിക്ക് അത്ഭുതം. ഇപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇക്കാര്യം സച്ചിനോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. ഏതായാലും ഇപ്പൊ തനിക്ക് സമാധാനമായല്ലോ. അച്ഛൻ എന്നോട് പെട്ടെന്ന് ചോദിച്ചപ്പോ ആദ്യം ഞാനൊന്ന് ആലോചിച്ചു. രണ്ടുപേരും രണ്ടു ധ്രുവത്തിൽ ജീവിക്കുന്നവരല്ലേ. ഇനി നമ്മുടെ ഇഷ്ടവും അവരുടെ ഇഷ്ടവും ഒന്നാണെന്ന് അറിയില്ലല്ലോ. അതോർത്ത സച്ചേട്ടനൊരു ടെൻഷനും വേണ്ട. അവര് തമ്മിൽ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു വിവാഹത്തെ പറ്റി ആലോചിച്ചത് തന്നെ. ആഹാ, അങ്ങനെ ഒരു ഉറപ്പ് തനിക്കുണ്ടെങ്കില് ഇനി വേറെന്താ തടസ്സം? ഇത് ഉടനെ നമ്മൾ നടത്തും. ഇതെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണെങ്കിലും നാട്ടുകാരെന്ത് പറയുന്നൊരു ആശങ്ക എനിക്കുണ്ട്. ചേച്ചി അനിയത്തിയും ഒരു കുടുംബത്തിലേക്ക് വരുമ്പോ ആളുകള് പലതും പറയും. താനെന്തിനാ ആളുകളെ കുറിച്ച് ചിന്തിക്കുന്നേ? അവരുടെ സന്തോഷമല്ലേ നമുക്ക് പ്രധാനം. പിന്നെ ചേച്ചി അനിയത്തിയും ഒരേ കുടുംബത്തിൽ വന്ന എന്താ പ്രശ്നം? ചേച്ചിയെ പോലെ എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷമായിട്ട് അനിയത്തിയും പോയ പോരെ. പിന്നെ ഈ കാര്യത്തിന് ഞാൻ എതിരൊന്നും പറയാതിരുന്നതിന് ഒരു വലിയ കാരണം വേറെയുണ്ട്. ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആയതിന് പരിഹാരമാവുമെങ്കിൽ അനിയത്തിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാന്ന്. ആരും മനസ്സറിയാത്ത കാര്യത്തിൽ സംഭവിച്ചതാണെങ്കിലും നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയല്ലേ. അനിയത്തിയുടെ നല്ല ജീവിതം കാണുമ്പോൾ ആ നഷ്ടങ്ങളിൽ കുറച്ചെങ്കിലും നികന്നേക്കും. തന്റെ ജീവിതത്തെ പറ്റി ഇപ്പൊ ചേച്ചി ഓർക്കുന്നില്ല. അതൊരു അടഞ്ഞ അധ്യായം തോന്നിയിട്ടാവണം അങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. കൂടെയുള്ളവർക്ക് നല്ലത് മാത്രം വരണമെന്നുള്ള പ്രാർത്ഥനയാ ആ മനസ്സ് മുഴുവനും. ചില പ്രാർത്ഥനകൾക്ക് വിധിയെ പോലും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് അർച്ചന. മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാകുമ്പോൾ പ്രത്യേകിച്ചും. ചിലപ്പോ അതാവും ചേച്ചിയിൽ നിന്നും തട്ടിപ്പറിച്ച നല്ലൊരു ജീവിതം അനിയത്തിക്ക് ഈശ്വരൻ ഇപ്പൊ വച്ചു നീട്ടുന്നത്. സ്വന്തം ജീവിതം തകർന്നടിഞ്ഞിട്ടും കൂടപ്പറപ്പിന്റെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ചേച്ചിക്ക് ഇതിനപ്പുറം ഒരു സന്തോഷം മറ്റെന്താ? ഒന്നിനും ഞാൻ കാരണക്കാരനല്ലെങ്കിൽ പോലും
ഇങ്ങനെയൊരു പ്രായച്ചിത്തം ഈ കുടുംബത്തിന് അനിവാര്യമാണ്. എല്ലാം നല്ലപോലെ അവസാനിക്കും. താനും പ്രാർത്ഥിക്കണം. പിന്നെ തൽക്കാലം ഇത് ആരോടും പറയണ്ട. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അർഹതയില്ലാത്തവർക്ക് സ്നേഹം പോലും കൊടുക്കരുതെന്ന് പറയുന്ന ഇതാണ്. ഞാൻ എന്റെ മുറിയിലേക്ക് പോവാ. ഇനി ഞാൻ വരുമ്പോ ഇവൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അക്കാര്യം ഞാൻ ഏറ്റു. നാത്തോൻ ധൈര്യമായിട്ട് മുറിയിലേക്ക് പൊയ്ക്കോ. ചെല്ല്. എന്തിനാടി കണ്ണും മിഴിച്ച് ഇനി ഇവിടെ നിൽക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? നിന്റെ പെട്ടിയും പ്രമാണം എടുത്ത് ഇറങ്ങിക്കോ. എന്തൊരു അഹങ്കാരമായിരുന്നു. ഇതോടെ എല്ലാം തീർന്നില്ലേ? നിന്റെ പൂങ്കണ്ണീരൊന്നും ഇവിടെ ആർക്കും കാണണ്ട. സമയം കളയാതെ വേഗം സ്ഥലം വിടാൻ നോക്കാൻ. പറഞ്ഞത് കേട്ടില്ലേ? പോയി എടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ എടുത്ത് വേഗം എടുക്കാവുന്ന പോളിക്കോട്ടെ. അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞു. ഇനി അടുത്തത്. നമുക്കെതിരെ നീങ്ങുമെന്ന് സംശയം തോന്നുന്ന ഓരോരുത്തരെ ഒഴിവാക്കി ഈ വീടും സ്വത്തുക്കളും എല്ലാം നമ്മുടെ മാത്രം സ്വന്തമാവും. എന്നിട്ട് വേണം എനിക്കിവിടെ ഒന്ന് ഭരിക്കാൻ, ഈ വീട്ടിലെ റാണിയാവാൻ. അപ്പൊ നീ രാജകുമാരി, ഇവിടത്തെ യുവരാജാവിന്റെ ഭാര്യ. ഞാൻ രാജമാതാ ഹൈമവതി. നമുക്കങ്ങ് ആർമാദിക്കണം. ആവേശം വേണ്ട. സൂക്ഷിച്ചു നീങ്ങിയില്ലെങ്കിലേ പല ഭാഗത്തു നിന്നും പാരകൾ വരും. അത് ശരിയാ. എന്റെ ശ്രീ മഹേശ്വര ഭഗവാനെ, എന്തൊക്കെ സ്വപ്നങ്ങളായിട്ട് ഞാൻ ഈ പടി ചവിട്ടിയത്. എന്തിനു വേണ്ടിയാ ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നത്? എല്ലാം നിനക്കറിയാവുന്നതല്ല ശ്രീ മഹേശ്വര. ഇപ്പോ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യവും നടക്കാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരികയാണല്ലോ. ശ്രീ മഹേശ്വര, ഞാൻ ഇറങ്ങുക. എന്റെ പ്രാർത്ഥനകളെല്ലാം നടത്താൻ ഞാൻ എന്റെ ഭഗവാനെ തന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗൗരി മോളെ, നീ തന്നെയാണോ മോളെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പോയത്? അമ്മേ!
എന്റെ അമ്മ ജീവനോടെ തന്നെ ഉണ്ട്. അവര് വന്നെന്ന് തോന്നുന്നേ. വാ. ഇവിടെ ആരും ഉറങ്ങിയില്ലേ? ചേച്ചിയുടെ അമ്മേ. ചേച്ചിയുടെ അമ്മയല്ലേ. ഇനി നീ മേലെ എന്നെ അങ്ങനെ വിളിച്ചു പോവരുത്. ഞാൻ അമ്മുവിന്റെ അമ്മയെ. നിന്നെ ഞാൻ മോളെ നിന്ന് വിളിച്ചോട്ടെ. അതിന് മോളോട് അനുവാദം ചോദിക്കേണ്ട അവസ്ഥയാ. നിന്നെ ഞാനൊരു ശത്രുവിനെ പോലെ ഇതുവരെ കണ്ടത്. നീ കാരണം എന്റെ ശ്രീകുട്ടി ദുഃഖിക്കേണ്ടി വരുമെന്ന് വിശ്വസിച്ചവളാ ഞാൻ. അമ്മു, നിന്നെ ഞാൻ പരുഷമായ വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുമ്പോഴും നീ എന്നെ സ്നേഹിച്ചു. വല്യപ്പച്ചിക്ക് എന്താ പറ്റിയേ? ഇനിയും ഞാൻ കണ്ണും കാതും ഇല്ലാത്തവളായി ജീവിക്കണം മോനെ. നിന്നെ ശ്രീദേവി മകളായി അംഗീകരിച്ചത് നിന്നിലെ നന്മ തിരിച്ചറിഞ്ഞ. ഞാൻ നിന്നെ ഒരുപാട് ദൂരം അകലെ നിർത്തി. എന്റെ മോളുടെ വിവാഹ നിശ്ചയത്തിൽ നിന്ന് പോലും നിന്നെ മാറ്റി നിർത്തി. എന്തെല്ലാം പാപങ്ങളാ അമ്മു നിന്നോട് ഞാൻ ചെയ്തത്. നിന്നെ ഞാൻ വെറുക്കാനുള്ള കാരണം തിരിച്ചറിഞ്ഞ് എന്റെ ശ്രീകുട്ടിയെ തിരുത്തിയവളാ നീ. ഒരമ്മ മനസ്സറിഞ്ഞ മോള് എന്റെ ശ്രീകുട്ടിയോട് സംസാരിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കേട്ടോ മോളെ, നീ ഇതുവരെ അറിയാതെ പോയൊരു കാര്യമുണ്ട്. നീ ഹോസ്പിറ്റലായിരുന്ന സമയം ഞാനും കാഞ്ചനയും മനസ്സുകൾ കൊണ്ട് ഒരുപാട് ദൂരം അകന്നതാ. അത്രയ്ക്ക് കുറച്ച് പറയണ്ടങ്ങളെ. രണ്ടുപേരും പരസ്പരം ഡിവോഴ്സ് വേണോന്ന് വരെ വാശി പിടിച്ചു നിന്നതാ. ഒന്നും നിന്നെ അറിയിക്കണ്ടെന്ന് കരുതി ആരും പറയാതിരുന്നതാ. അച്ഛാ, അമ്മേ, നിങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയിലല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാനത് അമ്മോനോട് പറയുകയും ചെയ്തു. വളരെ കാലം ഒന്നിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. ചെറിയൊരു വിഷയം മതി അതുവരെയുള്ള സ്നേഹവും വിശ്വാസവും തകരാൻ. അപ്പൊ സീരിയസ് ആയിരുന്നില്ലേ? അല്ലെന്ന് എന്തിനു പറയണം? 26 വർഷം കൂടെ ജീവിച്ച മനുഷ്യൻ മുഖത്ത് നോക്കി ഡിവോഴ്സ് ചോദിച്ച ഒരു ഭാര്യ എന്ത് ചെയ്യണം? ഇനി അതേ പിടിച്ചൊരു തർക്കമൊന്നും വേണ്ട. രണ്ടുപേർക്കിടയിലെയും മഞ്ഞുരുക്കിയത് അമ്മുവാ. എന്നിട്ട് നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അമ്മു. ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും അതിന് കഴിയില്ല. പ്രഭയ്ക്ക് അതിന് കഴിയാഞ്ഞിട്ടാണോ മോളെയും കൊണ്ട് ചന്ദ്രകാന്തത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞത്? പോകാൻ അമ്മു സമ്മതിച്ചിട്ട് വേണ്ടേ?
സ്നേഹമെന്തെന്ന് അമ്മ നിങ്ങളെയും പഠിപ്പിച്ചു. പ്രതിഫലം ആഗ്രഹിക്കാത്ത സ്നേഹമാ മോളെ നിന്റേത്. നിന്നോട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ മാപ്പ് ചോദിക്കുക. കാഞ്ചന എന്നോട് പോലും സോറി പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? ചേച്ചി പറഞ്ഞതുപോലെ ഞാനും സ്വപ്നം കാണാണോ? ഇനി അമ്മോന്റെ സ്ഥാനം എന്റെ മനസ്സില്. ഇനി ഞാൻ എന്റെ മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല. ശ്രീകുട്ടി പറഞ്ഞതുപോലെ ദൈവം എന്റെ രണ്ടാമത്തെ മകളെ എനിക്ക് തിരിച്ചു തന്നു. രാജു, അടിക്കടാ വിസില്. പിന്നെന്താ, എപ്പ അടിച്ചെന്ന് ചോദിച്ചാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ പറയാൻ പാടില്ലേ സാറേ? ഈ ഈണത്തിലും ഇമ്പത്തിലും പറയാനേ എനിക്കറിയാവൂ. സൗകര്യം ഉണ്ടെങ്കിൽ നീ കേട്ടാ മതി. അയ്യോ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ വിപിൻ സാറേ. അവൾ എവിടെ പോയി കിടക്കുവാണോ എന്തോ. അല്ല വിപിൻ സാറേ, എന്റെ വേഷം എങ്ങനെയുണ്ട്? നല്ലല്ലേ? ആ, കുഴപ്പമില്ല. ആ, ദേ വന്നല്ലോ. എന്താ താമസിച്ചത്? ഏട്ടനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു, അതാ താമസിച്ച. അല്ല, കൊണ്ടുവന്നില്ലേ? ഇതാരാ പല്ലവി? ഇത് വിപിൻ സാർ, വിശാൽ സാറിന്റെ അനിയനാ. ഇത് പ്രദീപേട്ടൻ, സുരഭിയുടെ ഏട്ടനാ. ഹലോ, ഇയാളെന്തിനാ ഇവിടെ വന്നത്? അത് പ്രദീപേട്ട പിറന്നാൾ ആശംസകൾ പറയാൻ വന്നതാ. കായലോരത്ത് വെച്ചാണോ പിറന്നാൾ ആഘോഷം? അതൊക്കെ വീട്ടിൽ വെച്ചല്ലേ പറയേണ്ടതും നടത്തേണ്ടതൊക്കെ. സാറേ, ഇതൊരു നാട്ടിൻപുറമാണ്. ഇവിടെ നാട്ടിൻപുറത്തുകാർക്ക് പട്ടണത്തിലുള്ളവരുടെ ജീവിത രീതിയും സംസ്കാരവും ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് സാർ ഉദ്ദേശിച്ചൊന്നും ഇവിടെ നടക്കില്ല. തൽക്കാലം കേക്കിന് പകരം ഇതേ ഉള്ളൂ ഇവിടെ മുറിക്കാനായിട്ട്. സാറിന് പേടിച്ചല്ലേ? ശരിക്കും പേടിച്ചുപോയി. ഇതേ ഇവളുമാരുടെ ഐഡിയ സാറേ. ഞാനതിലെ ഒരു ഉപകരണമായി എന്ന് മാത്രം.
പല്ലവി, ഐശ്വര്യമായിട്ട് കേക്ക് കെട്ടിയടി. വള പിടിച്ചേ. സാറേ, കേക്ക് മുറിക്കുന്നതിന് മുമ്പ് പാട്ട് പാടണം സാറേ. വിപിൻ സാർ ആ പാട്ടൊന്ന് പാടുവോ? ഇംഗ്ലീഷ് പാട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ പല്ലവി, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി എന്ത് വിടുതല ചേച്ചി പറയുന്നേ? ഇയാൾക്കേ കണ്ണു കണ്ടൂടാ. ഇയാളെ നോക്കാൻ 10 പേര് വേണം. അങ്ങനെയുള്ള ആളാണോ അളിയനെ നോക്കാൻ പോകുന്നേ? പറയുന്നതിനൊരു ലോജിക്ക് വേണ്ട ചേച്ചി. ഞാനൊരു അന്ധം തന്നെയാ, സമ്മതിക്കുന്നു. പക്ഷേ എന്റെ കാതിനും ആരോഗ്യത്തിനും ദൈവം സഹായിച്ചൊരു കുഴപ്പമില്ല. എന്നെ ഏൽപ്പിക്കുന്ന എന്ത് ജോലിയും ഞാൻ കൃത്യമായിട്ട് ചെയ്യും. ആ സ്ഥലം ഒന്ന് പരിചയമാവണമെന്ന് മാത്രം. കണ്ണ് കാണത്തില്ലെങ്കിൽ എന്താ, വായ്ത്താളത്തിന് ഒരു കുഴപ്പമില്ല. എന്താ നിങ്ങളുടെ പേര്? ചന്ദ്രൻ, ചന്ദ്രശേഖരൻ. പരിചയമുള്ളവര് ചന്ദ്രേട്ടാന്ന് വിളിക്കും. അതിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ചന്ദ്രശേഖരൻ, ശേഖരൻ. അപ്പോ ഗായത്രി അമ്മ എന്നോട് പറഞ്ഞ ആൾ ഇതായിരുന്നോ? എന്തിനായിരിക്കും ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ഗായത്രി അമ്മ പറഞ്ഞത്? അതെ, പറയുന്ന ജോലിയൊക്കെ കൃത്യമായിട്ട് വൃത്തിയായി ചെയ്യണം. കൂലിയായിട്ട് കഴിക്കാൻ എന്തെങ്കിലും തരും. ശമ്പളമൊന്നും പ്രതീക്ഷിക്കണ്ട. എന്താ, സമ്മതമാണോ? സമ്മതം. വിശാൽ സർ, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഈ നല്ല മനസ്സിന് ഉദയന്നൂർ രമയുടെ കടാക്ഷം ഉണ്ടാവും. നന്ദി പ്രകടനമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇയാൾ ഇവിടെ പൊറുതിക്കെടുത്ത സ്ഥിതിക്ക് ഒരു കാര്യത്തിൽ കൂടി എനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണം. എവിടെ നിന്നോ വിളിച്ചുകൊണ്ടുവന്ന ഒരാളെ ഇവിടെ താമസിപ്പിക്കാമെങ്കിൽ ജാസ്മിനെയും എന്തുകൊണ്ട് ഇവിടെ താമസിപ്പിച്ചുകൂടാ? അത് ന്യായമായ ചോദ്യമാണേ. പൊര കത്തുമ്പോ തന്നെ വാഴ വെട്ടണം. എന്താ വിശാൽ, സുശീല ചോദിച്ചത് കേട്ടില്ലേ? ഒന്നുമില്ലെങ്കിലും അവളൊരു പെൺകുട്ടിയല്ലേ? ഈ ചന്ദ്രശേഖരനും ജാസ്മിനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ ആൾക്ക് കാഴ്ചയില്ല, അവൾക്ക് കാഴ്ചയുണ്ട്. അവളും ഇയാളെപ്പോലെ തന്നെ ഇപ്പൊ അനാഥയാ. അവക്കെ കാഴ്ചയുണ്ടെന്നേ ഉള്ളൂ, കാഴ്ചപ്പാട് വളരെ കുറവാ. ഇടി, പാർവതിയുടെ കാര്യത്തിൽ എന്നെ കൊണ്ട് തീരുമാനം എടുപ്പിച്ച പോലെ ആന്റിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ചുമതല ഞാൻ പാർവതി ഏൽപ്പിക്കാം. പാർവതി, ജാസ്മിനെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നതിൽ നിനക്ക് എതിർപ്പ് വല്ലതും ഉണ്ടോ? ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു പാർവതി? പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞേക്ക്. നീ അവളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കണ്ട. അവള് പറയട്ടെ. ആ ഉത്തരം കേട്ടിട്ട് വേണം ചന്ദ്രശേഖരന്റെ കാര്യത്തില് എന്റെ തീരുമാനം പറയാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ഹലോ ഐശ്വര്യ. അരുന്ധതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ഐശ്വര്യ? അരുന്ധതി, വിസ്മയ ഇന്ന് ഇവിടെ വന്നിരുന്നോ? ഇല്ല, വന്നിട്ടില്ലായിരുന്നു. വിസ്മയ ഇവിടെ ഉണ്ടല്ലോ. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇവിടെ വീട്ടില് വിസ്മയുടെ പാട്ട് കേട്ടു. ഐശ്വര്യ എന്തായി പറയുന്നേ? മമ്മി എന്താ? അതെ അരുന്ധതി, വിസ്മയുടെ പാട്ട് കേട്ടു. ഞാൻ നടന്നു വരുമ്പോ ടെറസീന്ന് വിസ്മയുടെ പാട്ട് കേട്ടു. അവിടെ ചെന്ന് നോക്കുമ്പോ ശ്യാമ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആരാ പാടിയെന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷെ അവള് വ്യക്തമായിട്ടൊരു ഉത്തരം പറയുന്നില്ല. ഐശ്വര്യക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. എന്തായാലും ഒരു കാര്യം ചെയ്യ ഐശ്വര്യ, ശ്യാമയുടെ നീക്കങ്ങള് ഒന്ന് ശ്രദ്ധിക്കണം. അല്ല അരുന്ധതി, വിസ്മയ പാടിയതായിട്ട് തന്നെയാ ഞാൻ കേട്ടത്. അതെന്റെ തോന്നലായിരിക്കും എന്നാണോ അരുന്ധതി പറയുന്നത്? അല്ല മോളെ, വിസ്മയുടെ പാട്ട് ചിലപ്പോ ശ്യാമയുടെ മൊബൈലിലോ മറ്റോ അവള് കേട്ടതായിരിക്കും. അത് പോട്ടെ, ഇനിയും ഈ പാട്ട് അവിടെ കേൾക്കുന്നുണ്ടോന്നൊന്ന് ശ്രദ്ധിക്കണം. ശരി ശരി ഐശ്വര്യ. എന്താ മമ്മി കേൾക്കുന്നത്? അവൾ എന്തിനോ ഉള്ള ഒരുക്കത്തിലാണ്. എനിക്കിതുവരെ അവളിൽ ഒരു സംശയമില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ എവിടെയോ ഒരു ചതി ഞാൻ സംശയിക്കുന്നു. മമ്മി, അവൾക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഉടൻ വേണം. അവള് നമ്മളെ വഞ്ചിക്കുകയാണെങ്കിൽ ഉറപ്പാ അവള് ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. അവളെ ഞാൻ കൊല്ലും, ഉറപ്പാ. മമ്മി, നമുക്ക് ശ്യാമയെ ചെന്നത് കാണാം. നമുക്ക് ശ്യാമയെ അങ്ങോട്ട് ചെന്ന് കാണാന്നോ? അവള് ഇങ്ങോട്ട് വരണം. അവളെ ഇങ്ങോട്ട് വരുത്തും. മമ്മി സംശയിക്കണ്ട, അവള് തന്നെയാ കൃഷ്ണ തുളസി, അതുറപ്പാ. അത് ഉറപ്പിക്കാൻ വരട്ടെ. ആദ്യം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർമാസ് കറി പൗഡർ എന്ന പ്രശസ്ത കറി പൗഡർ ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്ത നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉപഭോക്താക്കളുടെ പരാതിയെ തുടർന്ന് ഹെൽത്ത് സ്കോഡ് പല കടകളിലും മിന്നൽ പരിശോധന നടത്തി മായം ചേർത്ത കറി പൗഡർ പാക്കറ്റുകൾ പിടിച്ചെടുത്തു. അമിത ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി നിലവാരം കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചതാണ് കാരണമെന്നാണ് വിലയിരുത്തൽ. മേന്മയേറിയ കറി പൗഡറിന് പേര് കേട്ട വർമാസ് കറി പൗഡർ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സാഹചര്യത്തിൽപ്പെടുന്നത്. ഭക്ഷണത്തിൽ മായം ചേർക്കൽ എന്ന ഗുരുതരമായ കുറ്റകൃത്യത്തിന് വർമാസ് ഗ്രൂപ്പിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കടയിൽ നിന്ന് പിടിച്ചെടുത്ത കറി പൗഡർ പാക്കറ്റുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോടതിയുടെ ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് കമ്പനി അടച്ചുപൂട്ടുമെന്നും അറിയിച്ചു. ഉടമസ്ഥനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കും. അയ്യോ അമ്മേ, എന്തൊക്കെയാ കാണിക്കുന്നേ? മോളെ,
എനിക്ക് അമ്മേ അമ്മേ അമ്മയോ അമ്മേ 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 എന്താ പറ്റിയേ? അമ്മ എഴുന്നേക്ക്. അമ്മേ 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 എന്താ? എന്നിട്ട് ഏയ് ഇല്ലില്ല, അങ്ങനൊന്നും ഇല്ല. ശരി, ഞാൻ വിളിക്കാം. അച്ഛാ, ഇത് ചതിയാണ്. നമ്മുടെ കമ്പനിയെ തകർക്കാൻ ബോധപൂർവം നടത്തുന്ന നീക്കമാണിത്. അതെ, നമ്മൾ ഉടൻ തന്നെ പരാതി കൊടുക്കണം. ഏട്ടാ, ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ പരാതി നിലനിൽക്കില്ല. അതെ അച്ഛാ, കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛാ, ഞാൻ പോയി അഡ്വക്കേറ്റിനെ നേരിട്ട് കാണാം. സംസാരിച്ച് അടുത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ശരിയാണ്, നീ വേഗം ചെല്ലേ. കാര്യങ്ങളൊക്കെ അപ്പം തന്നെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കണം. ശരി അച്ഛാ. ഏട്ടാ, കാര്യങ്ങളൊക്കെ നോക്കിക്കോളേ. അഖി, വിളിച്ചാൽ മതി. അച്ഛാ, രാമപുരം മേഖലയിൽ മാത്രമാണ് മായം ചേർക്കൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഡീലറുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അവിടുത്തെ മാത്രം ഡീലേഴ്സിനെ ബന്ധപ്പെട്ടാൽ പോരാ, കേരളത്തിലെ മുഴുവൻ ഡീലർമാരെയും ബന്ധപ്പെടണം. എത്രയും പെട്ടെന്ന് വീഡിയോ കോൺഫറൻസ് പ്ലാൻ ചെയ്യണം. ശരി അച്ഛാ. ഹലോ, ഇല്ലല്ല, ഇത് കമ്പനിയെ ഡീഫെയിം ചെയ്യാൻ വേണ്ടി ആരോ ബോധപൂർവം ചെയ്ത നീക്കമാണ്. ശരി ശരി, ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ വന്നു വീഴാൻ പോകുന്നത് ശ്യാമ മേഡത്തിന്റെ മേല. മേഡം തൽക്കാലം അറിയിക്കുന്നത് നന്നായിരിക്കും. അച്ഛാ, അത് ശരിയാണ്. എങ്കിൽ ശ്യാമയെ പെട്ടെന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് കണ്ടപ്പോഴും അങ്കിള് മോന്റെ പേര് ചോദിച്ചില്ലല്ലോ. എന്താ മോന്റെ പേര്? പറ, കേൾക്കട്ടെ. എന്റെ പേര് അച്യുത്. അച്ഛനും അച്ചൂട്ടനെന്നൊക്കെ അമ്മ വിളിക്കുന്നേ. ആഹാ, അത് കൊള്ളാലോ. അച്ചു എന്നാ അങ്കിളും ഇനി അങ്ങനെ തന്നെ വിളിക്കാൻ മോനെ. ആ, പിന്നെ അങ്കിള് മോനൊരു സമ്മാനം തരട്ടെ. അങ്കിളിനെ ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചതിനുള്ള ചെറിയൊരു സമ്മാനം. അയ്യോ വേണ്ടങ്കൾ, എനിക്ക് എന്ത് വേണമെങ്കിലും എന്റെ അമ്മ വാങ്ങിത്തരും. അത് മതി എനിക്ക്. അതായിക്കോട്ടെ, പക്ഷേ ഇന്ന് അച്ചൂട്ടനെ കണ്ടപ്പോ അങ്കിളിന് വലിയ സന്തോഷമായി. ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അച്ചൂട്ടനൊരു സമ്മാനം തരണമെന്ന് ഞാൻ ആഗ്രഹിച്ച അച്ചൂട്ടൻ അത് വാങ്ങില്ലേ? പ്ലീസ്. വാങ്ങാം, പക്ഷെ എന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോ അത് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനും പറ്റില്ല. അതാ പ്രശ്നം. ശരി, അച്ചൂട്ടൻ ഒരു സമ്മാനം തരണമെന്നുള്ളതാ അങ്കിളിന്റെ ആഗ്രഹം. മോനത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ, അങ്കിളിന് വേണ്ടി ഞാൻ സമ്മതിച്ചു. ഗ്രേറ്റ്. എങ്കിൽ അച്ചൂട്ടൻ കണ്ണടച്ച് കൈനീട്ടി നിന്നെ കാണട്ടെ ഞാൻ. പസി. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. പക്ഷെ അങ്കിൾ, എനിക്ക് എന്റെ അമ്മ എല്ലാം തരുന്നുണ്ട്. ദേ അവർക്കാ അങ്ങനെ കൊടുക്കാൻ ആരും ഇല്ലാത്ത. ഈ കാശ് ഞാൻ അവർക്ക് കൊടുത്താ അവർക്ക് ഒരുപാട് സന്തോഷാവും. ഞാനിത് അവർക്ക് കൊടുത്തോട്ടെ അങ്കിൾ, പ്ലീസ്. ഓ മൈ ഗോഡ്, എന്റെ കുഞ്ഞെ, പ്രായം കൊണ്ട് നീ വളരെ ചെറുതാണെങ്കിലും നിന്റെ മനസ്സ് എത്രയോ വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. വിഷമിക്കുന്ന മനുഷ്യരുടെ മനസ്സറിയാൻ നിനക്ക് കഴിയും. യു ആർ ഗ്രേറ്റ്. വലിയവനാ നീ. ചെല്, ഈ പണം അവർക്ക് കൊടുത്തിട്ട് വാ. എനിക്കും സന്തോഷവും നീ അത് ചെയ്യുമ്പോ. ചെല്. ആ, ആന്റി, പേടിക്കണ്ട, വാങ്ങിക്കോ. ആ അങ്കിള് തന്നതാ.
ആന്റി ഇന്ന് ഈ ചേച്ചിക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കണേ, എന്റെ വകയാ. ശരി. അവർക്ക് വലിയ സന്തോഷായി. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം അച്ചു. എനിക്ക് തോന്നുന്നത് വിഷമിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാൻ കഴിവുള്ള നിന്റെ അമ്മ നിന്നെക്കാൾ കരുണയുള്ളവളായിരിക്കുമെന്ന്. ഒരിക്കൽ നിന്റെ അമ്മ എനിക്കൊന്ന് കാണണം. എന്താ, നടക്കോ? പിന്നെന്താ, കാണിച്ചു തരാം അങ്കിൾ. പിന്നെ ഒരിക്കൽ ആവട്ടെ. ഇപ്പൊ ഞാൻ പോവാണേ, ലേറ്റ് ആയി. ഓക്കേ, ടാറ്റാ. ടാറ്റാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.